നിന്റെ മാമൻ നിന്റെ മാമൻ എന്റെ അച്ഛൻ പൊന്നോ അവിടെ കഴിച്ചു നോക്കട്ടെ ഇത് പൊന്നോ കഴിച്ചു അത്രയില്ലേ കുറച്ചില്ലേ പൊന്നോ. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളേ താഴെങ്കാടി വന്നതാണ്. ഞാൻ അമ്പുവിനെ കൂട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അമ്പു ഇവിടെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അമ്പുവിന് സുഖമില്ലാത്തതുകൊണ്ടും അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ഇവർ താമസിക്കുന്നത് ഇപ്പോൾ കോട്ടേഴ്സിലാണ്. വാടകയ്ക്കൊരു കോട്ടേഴ്സ് താമസിക്കുന്നത്. വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വാടകയ്ക്കൊരു 5-8 മാസമായിട്ട് വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ അവിടെ വന്നതാണ് അവരെ കൂട്ടാൻ വേണ്ടി. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മളെ അനിയത്തി കൊച്ചുണ്ട്, അവൻ്റെ അനിയത്തി കൊച്ചുണ്ട് പൊന്നൂസ്. ആ പൊന്നൂസിനെയും കൂട്ടിയിട്ട് മുറ്റത്തിറങ്ങിയുള്ള കളിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുത്തംകെട്ടതാണ് രണ്ടുപേരും, കുറച്ച് കുരുത്തംകേട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാലും കേൾക്കുന്നില്ല. കണ്ടില്ലേ പോകുന്ന പൂക്കണ്ടില്ലേ എങ്ങനെയാണ്, അതാണ് സ്ഥിതി. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അവർ കളിക്കുന്ന കളിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻസാ? ആ കളിച്ചു ഇതാണോ ഡാൻസ്? കൊടുക്കാമോ കുഞ്ഞിന് തീറ്റ കൊടുക്കാമോ ഇനി നമ്മളവിടുന്ന് താഴെക്കാട്ടി നമ്മളെ വീട് പണി നടക്കുന്നു പറഞ്ഞല്ലേ. അപ്പോൾ ആ വീട് പണി നടക്കുന്നിടത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അവരെ അവിടെ ആക്കിയിട്ട് നമ്മൾ വീട് പണി നോക്കി അവിടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെന്താക്കും തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോവുക കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛൻ രണ്ട് പേർക്കും കൂടെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. ആ ചോക്ലേറ്റാണ് നക്കിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ ഇരുന്നിട്ട്. നിങ്ങളങ്ങനെ ആ വഴി കൂടെ ഇങ്ങനെ പോകുക കേട്ടോ. പോയി അവിടെ നിന്ന് തിരിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ് കൂടെ അങ്ങോട്ട് പോകണം അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ആ കോൺക്രീറ്റ് റോഡ് ചെറിയൊരു ഒരു വണ്ടിക്ക് പോകാൻ പാകത്തിലുള്ള റോഡാണ്. ആ റോഡിലൂടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്താറായപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സണ്ണിച്ചേട്ടൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞു. അവർ കുറച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അങ്ങനെ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ആ വീടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ എത്തിച്ച് വണ്ടി തൊട്ടപ്പുറത്ത് നമ്മുടെ സതീശേട്ടൻ്റെ വീട്ടിൽ വണ്ടി കയറ്റിയത് നമ്മളെ വലിയച്ഛൻ്റെ മോനാണ്. അവരെ വീട്ടിലേക്ക് വണ്ടി കയറ്റി അവിടെ കയറ്റി വെച്ചു. അവിടെ ഇറങ്ങി അതാ പോകുന്നുണ്ട്. ആ പൊന്നൂസിനെയും കൂട്ടി അമ്മ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. തൊട്ട് പുറകെ അമ്പു. അവിടെ ചെന്നപ്പോഴേക്കും കുഞ്ഞാറ്റ പൊന്നൂസിനെ എടുത്ത് അങ്ങോട്ട് ഉള്ളിൽ കയറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അമ്പു ഇങ്ങനെ നടന്നു പോവുക കേട്ടോ അങ്ങോട്ടേക്ക്. വീട് നോക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് ചെടിയിൽ കൂടെ. ചെടി കണ്ട ഞാൻ പ്രാശാൻ ഒരു രക്ഷയില്ല. അങ്ങനെ പോവുകയാണ്. അതാ ഓടുന്നുണ്ടല്ലേ, ഓടി വീഴാനൊക്കെ പോവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് എത്താറായി. അങ്ങോട്ടേക്ക് അച്ഛൻ്റെ വണ്ടിയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഓട്ടോയും കഴിഞ്ഞ് ഞങ്ങൾ വരുന്നതുകൊണ്ട് അങ്ങോട്ട് വന്നതാണ് അച്ഛൻ. ആ വണ്ടി ഇതാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ വീട്. എങ്ങനെയുണ്ട്? നല്ല വീടല്ലേ, കുഴപ്പമൊന്നുമില്ല. പണി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. മേലത്തെ വാർപ്പെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അച്ഛനവിടേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് ചാടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലാബ് ഇട്ട് കൊടുത്തതാണ് ആ പിള്ളേർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കയറി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ രണ്ടുപേരവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കളിയാണ്. അവിടെ ആണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, പക്ഷേ കേൾക്കുന്നില്ല. എല്ലാം ഭയങ്കര കളിയിലാണുള്ളത്. കളിയിലിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവരെ പിള്ളേരെ കളിയും വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ബാക്കി കാഴ്ചകൾ ഇങ്ങനെ കാണാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറുകയാണ്. ഉള്ളിലൊന്നും അധികം കാണിക്കുന്നില്ല. ഇരുട്ടും കാര്യങ്ങളൊക്കെ കാണും. ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുട്ടാണ്, ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ടെറസിന് മുകളിലേക്ക് കയറി മുകളിലുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പുഴേൻ്റെ അക്കരെയാണ് കാണുന്ന റോഡും കാണുന്ന ഭാഗങ്ങളുള്ളത്. ചൂട്ടക്കടവിൻ്റെ ഭാഗമാണ് കേട്ടോ.
അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും. നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിയും. പുഴയുടെ അക്കരയാണ്. അപ്പോൾ ഞങ്ങളത് വെറുതെ സൂം ചെയ്ത് കാണിച്ചാണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുക. ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് മഴയാണ്. മഴയുള്ളതുകൊണ്ട് വേഗം ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇറങ്ങി താഴെ എത്തുമ്പോഴത്താ അതാ ഒരാൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു സ്ലാബ് ഇട്ടതാണ്. അതിൻ്റെ മുകളിൽ കിടക്കുക കുരുത്തക്കേട് കളിക്കുന്ന. എന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി രണ്ടാളും കൂടെ അച്ചുവും പൊന്നും കൂടെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. നിന്ന് വന്ന് അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അമ്പൂനെയും കൂട്ടി അമ്പു അവിടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഓനും കൂട്ടി അങ്ങ് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് രണ്ടാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അച്ചു അമ്പൂനെ വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കുടയൊക്കെ എടുത്ത് ഇറങ്ങി. രണ്ടാളും കൂടെ കുടയും പിടിച്ച് നിൽക്കുക. ഒരാൾക്ക് കുട കൊടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടാളും കൂടെ എങ്ങനെയൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് പൊന്നൂസും ഉണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി ഞങ്ങൾ ഇനി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.